This video is about the block diagram of communication system. So, ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ബേസിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുക എന്നതാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, വാട്ട് ഈസ് ദ നീഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് ചോദിച്ചാൽ ഒരു ട്രാൻസ്മിറ്ററും ഒരു റിസീവറും തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ഡിവൈസുകൾ തമ്മിൽ ഡേറ്റാസോ ഇൻഫോർമേഷനോ കൈമാറുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് സിസ്റ്റം ആണ് എന്ത് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രാൻസ്മിറ്ററോ ഒരു റിസീവറോ തമ്മിൽ ഒരു ഡേറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിസ്റ്റത്തിനെയാണ് ബേസിക് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. സോ അതിലുള്ള കമ്പോണൻസിനെ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഈസ് ദി ഇൻഫോർമേഷൻ സോഴ്സ്. Then the second component in the block diagram is a transmitter. Then third one is the channel. Then fourth one is the receiver and fifth one is the destination. Okay. അപ്പം ഇൻഫോർമേഷൻ സോഴ്സ് ട്രാൻസ്മിറ്ററിന്റെ സൈഡിലുള്ളതാണ് എന്ത് ഇൻഫോർമേഷൻ സോഴ്സും ട്രാൻസ്മിറ്ററും. റിസീവർ സൈഡിലുള്ള പോർഷനാണ് എന്ത് റിസീവറും ദെൻ ഡെസ്റ്റിനേഷനും. ഓക്കെ, ഇനി ചാനലിന്റെ അവിടേക്ക് ഒരു ഇൻപുട്ടായിട്ട് നമ്മൾ ഒരു നോയ്സ് എന്നുള്ളൊരു സംഗതി ആഡ് ചെയ്യുന്നുണ്ട്, ഒരു ബ്ലോക്ക് ആഡ് ചെയ്യുന്നുണ്ടല്ലേ. സോ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് താഴെ പറയാം. അപ്പൊ ഇത്രയാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇൻഫോർമേഷൻ സോഴ്സ് ട്രാൻസ്മിറ്റർ സൈഡിൽ ഒരു ഇൻഫോർമേഷൻ സോഴ്സ് ഉണ്ടായിരിക്കും. ദെൻ ആ ഇൻഫോർമേഷൻ സോഴ്സ് എന്നുള്ള ഇൻഫോർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഡിവൈസ് ഉണ്ടായിരിക്കും, അതാണ് ട്രാൻസ്മിറ്റർ. ആൻഡ് ദെൻ ഇത് പാസ് ചെയ്യുന്നത് ചാനൽ വഴിയായിരിക്കും. ദെൻ അറ്റ് ദ റിസീവർ സൈഡിലുള്ള സെക്ഷൻ എന്ന് പറയുന്നത് റിസീവർ ആണ് ഫസ്റ്റ് വൺ. ആൻഡ് ഫൈനലി ദ ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയാം യൂസർ ഓഫ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാർ. ദെൻ ചാനലിൽ വെച്ചിട്ട് ആഡ് ചെയ്യപ്പെടുന്ന വേറൊരു സിഗ്നൽ ആണ് എന്തറിയപ്പെടുന്നത് നോയ്സ് എന്നറിയപ്പെടുന്നത്. സോ നമുക്ക് ഓരോ ടേമും എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ഇൻഫർമേഷൻ ഓർ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം എന്താ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലോട്ട് ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് സെന്റൻസ് അത് തന്നെയാണ്. ദ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഹാവ് ബീൻ ഡെവലപ്ഡ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് യൂസ്ഫുൾ ഇൻഫർമേഷൻ ഫ്രം വൺ പ്ലേസ് ടു അതർ. And the information can be in the form of sound signal like speech or music, or it can be in the form of പിക്ചേഴ്സ്. അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നമ്മൾ ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഒരു സൗണ്ട് സിഗ്നൽ ആയിരിക്കും, അതായത് ഇപ്പൊ നമ്മുടെ സംഭാഷണം സ്പീച്ചോ അല്ലെങ്കിൽ മ്യൂസിക്കോ ആയിരിക്കാം. ഒരു ഡിവൈസിൽ നിന്ന് വേറൊരു ഡിവൈസിലേക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മള് ഫോണിൽ കൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ ആയാലും നമ്മുടെ വോയിസ് ആണ് അല്ലെ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. സോ സ്പീച്ചോ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കോ ആകാം. അറ്റ് ദ സെയിം ടൈം പിക്ചേഴ്സ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ഡിവൈസിൽ നിന്ന് വേറൊരു ഡിവൈസിലേക്ക് പിക്ചേഴ്സും ട്രാൻസ്മിറ്റ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ് പറഞ്ഞത്, എന്താണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നുള്ള രീതിക്ക് പറയുക, അതായത് ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇൻഫോർമേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കോമൺലി നമ്മളുടെ വോയിസ് സിഗ്നൽ ആയിരിക്കാം, ദാറ്റ് മീൻസ് സ്പീച്ച് അല്ലെങ്കിൽ മ്യൂസിക് പോലുള്ള സിഗ്നൽ ആയിരിക്കാം, ഓർ അതർവൈസ് പിക്ചേഴ്സ് ആയിരിക്കാം. സോ ഇതാണ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഇൻപുട്ട് സിഗ്നലിലൂടെ പറയുന്നത്. ദെൻ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, അപ്പൊ ആ ഇൻഫോർമേഷൻ സോഴ്സിലുള്ള ഒരു ഡിവൈസ് ആണ് എന്ത് ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ അതായത് ട്രാൻസ്ഡ്യൂസർ എന്താണെന്ന് വെച്ചാല് വിച്ച് കൺവേർട്ട് വൺ ഫോം ഓഫ് എനർജി ടു അതർ ഫോം. അതായത് ഒരു ഫോമിലുള്ള എനർജീനെ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പൊ അത് ഇൻഫോർമേഷൻ സോഴ്സിലുള്ള ഒരു ഡിവൈസ് ആണ് എന്ത് ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ എന്താ പറയാ, ദ ഇൻഫോർമേഷൻ ഫസ്റ്റ് പോയിന്റ് നോക്കുവാണെങ്കിൽ ദ ഇൻഫോർമേഷൻ ഇൻ ദ ഫോം ഓഫ് സൗണ്ട് പിക്ചർ ഓർ ഡേറ്റ സിഗ്നൽസ് കാനോട്ട് ബി ട്രാൻസ്മിറ്റഡ് ആസ് ഇറ്റ് ഈസ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ സംസാരിക്കുന്ന രീതിയിൽ തന്നെ ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന സംഭാഷണം ഫോണിൽ കൂടെ വോയിസ് ആയി തന്നെ മറ്റൊരു അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലേക്ക് അയക്കാൻ പറ്റില്ല അല്ലെ. സോ അതായത് അതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. നമ്മുടെ സൗണ്ടോ അല്ലെങ്കിൽ പിക്ചറോ അതിന്റെ തനത് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇറ്റ് ഹാസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു സ്യൂട്ടബിൾ ഇലക്ട്രിക്കൽ സിഗ്നൽ. അപ്പോ ഈ ഒരു ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസറിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ടു കൺവേർട്ട് ദിസ് സൗണ്ട് അല്ലെങ്കിൽ പിക്ചർ സിഗ്നൽ ഇൻ ടു
ആൻ ഇലക്ട്രിക്കൽ സിഗ്നൽ. അതാണ് ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ അതാണ് തേർഡ് പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ദ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് കോമൺലി യൂസ്ഡ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ആർ മൈക്രോഫോൺസ്, TV, എക്സെട്ര. ഇവിടെ പറയുന്ന മൈക്രോഫോൺ നമുക്കറിയാലോ, നമ്മുടെ വോയിസ് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്നതാണ് മൈക്രോഫോൺ. TV ആണെങ്കിൽ എന്താണ്, ഇലക്ട്രിക്കൽ സിഗ്നലിനെ എന്താക്കി മാറ്റുക, വിഷ്വൽ ഇമേജ് ആക്കി മാറ്റുന്ന ഒരു ഡിവൈസ് ആണ് TV എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ട്രാൻസ്ഡ്യൂസേഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമുക്ക് കോമൺലി പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസിലി പറയാൻ പറ്റുന്ന ഒരു മൈക്രോഫോൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്മുടെ വോയിസ് ഒരു മൊബൈൽ കമ്മ്യൂണിക്കേഷനിലാണെങ്കിൽ നമ്മുടെ ഫോണിൽ എന്തുണ്ട്, മൈക്രോഫോൺ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ വോയിസിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്ന ആരാണ്, ഈ ഒരു മൈക്രോഫോൺ ആണ്. ഓക്കെ, ഇൻഫർമേഷൻ സോഴ്സ് ആ ഒരു സെക്ഷനിലുള്ള ട്രാൻസ്ഡ്യൂസർ ആണ് നമ്മുടെ വോയിസ് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്നത്. സോ ഈ ഒരു മെസ്സേജ് സിഗ്നൽ എന്തായി കഴിഞ്ഞു, ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായി മാറിക്കഴിഞ്ഞു ട്രാൻസ്ഡ്യൂസർ ഉപയോഗിച്ചുകൊണ്ട്. ദെൻ നെക്സ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റർ ആണ്. സോ ട്രാൻസ്മിറ്ററിന്റെ ഫംഗ്ഷനിലോട്ട് നോക്കാം. ദ ഫംഗ്ഷൻ ഓഫ് ദി ട്രാൻസ്മിറ്റർ ബ്ലോക്ക് ഈസ് ടു കൺവേർട്ട് ദി ഇലക്ട്രിക്കൽ ഈക്വാലന്റ് ഓഫ് ദി ഇൻഫോർമേഷൻ ടു എ സ്യൂട്ടബിൾ ഫോം. ഓക്കെ, അപ്പൊ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്യൂട്ടബിൾ ഫോമിലോട്ട് ഈ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ട്രാൻസ്മിറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്രീസ് ദ പവർ ലെവൽ ഓഫ് ദി സിഗ്നൽ. അപ്പൊ ഈ ഒരു ട്രാൻസ്മിറ്ററിൽ നമ്മുടെ സിഗ്നലിന്റെ പവർ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഈ ഒരു പവർ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ലാർജ് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ഒരു ഇൻഫർമേഷൻ ലോങ് ഡിസ്റ്റൻസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഹൈ പവറോട് കൂടിയിട്ടുള്ള സിഗ്നൽ വേണം. അതർവൈസ് എന്ത് സംഭവിക്കും, അതിന്റെ കമ്മ്യൂണിക്കേഷൻ ചാനലിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു മാധ്യമത്തിൽ വെച്ച് തന്നെ അതിന്റെ സിഗ്നല് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, അറ്റ്യൂനേറ്റ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതല്ലെങ്കിൽ അതിലെന്താ പറയുന്നത് വെച്ചാൽ ദ പവർ ലെവൽ ഷുഡ് ബി ഇൻക്രീസ്ഡ് ഇൻ ഓർഡർ ടു കവർ എ ലാർജ് റേഞ്ച്. ദ ട്രാൻസ്മിറ്റർ കൺസിസ്റ്റ് ഓഫ് ദ ഇലക്ട്രോണിക് സർക്യൂട്ട് സച്ച് ആസ് ആംപ്ലിഫയർ, മിക്സർ, ഓസിലേറ്റർ ആൻഡ് പവർ ആംപ്ലിഫയർ. അപ്പൊ ട്രാൻസ്മിറ്റർ സെക്ഷനിലുള്ള കുറച്ച് കമ്പോണൻസ് ആണ് പറയുന്നത്. ആംപ്ലിഫയർ ഉണ്ട്, മിക്സർ ഉണ്ട്, ഓസിലേറ്റർ ആൻഡ് പവർ ആംപ്ലിഫയേഴ്സ് എല്ലാം കൂടി ചേർന്നായിരിക്കും ഈ ട്രാൻസ്മിറ്റർ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോങ് ഡിസ്റ്റൻസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആ സിഗ്നലിന്റെ സ്ട്രെങ്ത് കൂട്ടേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിന്റെ പവർ ഇൻക്രീസ് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്, ട്രാൻസ്മിറ്റർ ആണ്. ആൻഡ് പ്ലസ് ഈ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഒരു സ്യൂട്ടബിൾ ഫോമിലേക്ക് ആക്കി മാറ്റും ഇൻ ഓർഡർ ടു ട്രാൻസ്മിറ്റ് ഫ്രം ദി ട്രാൻസ്മിറ്റർ. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന ബ്ലോക്ക് ആണ് എന്ത്, കമ്മ്യൂണിക്കേഷൻ ചാനൽ. അടുത്തതായി നമ്മൾ ഫിഗറിൽ കണ്ടതാണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ, അല്ലെങ്കിൽ ചാനലിന് പകരം മീഡിയം എന്നും യൂസ് ചെയ്യാം. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ദ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഇസ് ദ മീഡിയം യൂസ്ഡ് ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രോണിക് സിഗ്നൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ. അപ്പോൾ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് നമ്മുടെ ഈ ഒരു സിഗ്നലിനെ ക്യാരി ചെയ്യുന്നത് ആരാണ്, ഈ ഒരു ചാനലാണ്, കമ്മ്യൂണിക്കേഷൻ ചാനലാണെന്നാണ് പറയുന്നത്. ഓക്കെ, second point, the communication medium can be conducting wires, cables, optical fibers or free space. Depending upon the type of communication medium, two types of communication systems will exist. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പം TV-ലൊക്കെ ആണെങ്കിൽ സിഗ്നൽ വരുന്നത് കേബിൾ വഴിയാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ ഫോണിലെല്ലാം, പണ്ടത്തെ ഫോണിലെല്ലാം കേബിൾ വഴിയായിരുന്നു ഇൻഫർമേഷൻ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പൊ എന്താ, കേബിൾ വഴിയല്ല, കുറച്ചു ദൂരം കേബിൾ വഴിയായിരിക്കും. ആൻഡ് ദെൻ ആന്റിന വഴി സ്പേസിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെന്റ് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മീഡിയംസ് അവൈലബിൾ ആണ് എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് എന്ത്, ഒന്നില്ലെങ്കിൽ കണ്ടക്ടിങ് വയേഴ്സ്, കേബിൾസ് പോലുള്ള വയേഴ്സ് കൂടെ നമുക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു പ്രിന്ററിലേക്ക് ഒരു ഇൻഫർമേഷൻ അയക്കുകയാണെങ്കിൽ നമ്മൾ ത്രൂ കേബിൾ വഴിയാണ് ആ ഒരു ഡേറ്റ അയക്കുക. ആ ഒരു ഡേറ്റയാണ് നമുക്ക് എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്ത് കിട്ടുക. സോ അവിടെ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ, ഒരു കമ്പ്യൂട്ടറും പ്രിന്ററും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്. സോ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം, വയേഴ്സ് അല്ലെങ്കിൽ കേബിൾസ് യൂസ് ചെയ്യാം അല്ലെ. ഇനി ലോങ് ഡിസ്റ്റൻസിലൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. അതിനും കൂടുതൽ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഫ്രീ സ്പേസിൽ കൂടെയാണ് സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക. സോ മീഡിയം എന്ന് പറയുന്നത് ഈ പറയുന്ന അതിനെ എല്ലാം എക്സാമ്പിൾ ആണ്. ഏതൊക്കെയാണ്, കണ്ടക്ടിങ് വയേഴ്സ്, കേബിൾസ്, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഓർ ഫ്രീ സ്പേസ്. ഇനി ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മീഡിയം, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്നത് എന്താണ്, അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മേജർലി. ഒന്ന് വയേർഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ലൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. ആൻഡ് സെക്കൻഡ് വൺ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഓർ റേഡിയോ കമ്മ്യൂണിക്കേഷൻ.
ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ബ്ലോക്ക് വരുന്നത് നമ്മൾ ഫിഗറിൽ കണ്ടു, ചാനലിന്റെ ബ്ലോക്കിലോട്ട് ആഡ് ചെയ്യപ്പെടുന്ന വേറൊരു ബ്ലോക്ക്, ദാറ്റ് വാസ് ഓഫ് നോയ്സ് ബ്ലോക്ക് അല്ലെ. നോയ്സ് ആണ് ചാനലിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ എന്താണ് നോയ്സ് എന്ന് നോക്കാം. സോ നോയ്സ് ഈസ് എൻ അൺവാണ്ടഡ് ഇലക്ട്രിക്കൽ സിഗ്നൽ. അൺവാണ്ടഡ് സിഗ്നൽ അല്ലെങ്കിൽ അൺവാണ്ടഡ് ഇലക്ട്രിക്കൽ സിഗ്നലിനെയാണ് നമ്മൾ എന്ത് പറയാ, നോയ്സ് എന്ന് പറയാ, വിച്ച് ഗെറ്റ്സ് ആഡഡ് ടു ദ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ വെൻ ഇറ്റ് ഈസ് ട്രാവലിംഗ് ടുവേർഡ്സ് റിസീവർ. സോ റിസീവറിലോട്ട് സിഗ്നൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചാനലിൽ വെച്ച് ആഡ് ചെയ്യപ്പെടുന്ന ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ആവശ്യമില്ലാത്ത ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്യൂ ടു നോയ്സ് ദ ക്വാളിറ്റി ഓഫ് ദ ട്രാൻസ്മിറ്റഡ് ഇൻഫോർമേഷൻ വിൽ ഡീഗ്രേഡ്. അപ്പൊ ഈ ഒരു നോയ്സ് ആഡ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തൊരു സിഗ്നലാണ്, ആവശ്യമില്ലാത്ത സിഗ്നൽ ഇന്റർഫെയർ ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ അവിടെ കുട്ടികൾ ബഹളം വെച്ചാൽ ദാറ്റ് ഈസ് അൺവാണ്ടഡ് സിഗ്നൽ അല്ലെ, ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ ആ ഒരു ഇൻഫോർമേഷൻ അവിടെ ലോസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അല്ലെ, അല്ലെങ്കിൽ ആ ഇൻഫോർമേഷൻ ഡീഗ്രേഡ് ആവുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഒരു അൺവാണ്ടഡ് ഇലക്ട്രിക്കൽ സിഗ്നലിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നോയ്സ് എന്ന് പറയുന്നത്. വൺസ് ഇറ്റ് ഈസ് ആഡഡ് ആയി കഴിഞ്ഞാൽ തന്നെ അത് കുറച്ച് അതിൽ നിന്ന് ഇൻഫോർമേഷനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഹെൻസ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ നോയ്സ് എന്ന് പറയുന്നത് ഇസ് എ ബിഗ് പ്രോബ്ലം ഇൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ നോയ്സ് എന്താണെന്ന് ഓർത്ത് വെക്കുക, എന്താണ്, ഇറ്റ് ഈസ് ആൻ അൺവാണ്ടഡ് ഇലക്ട്രിക്കൽ സിഗ്നൽ വിച്ച് ഗെറ്റ്സ് ആഡഡ് ടു ദ transmitted signal when it is traveling through the medium അല്ലെങ്കിൽ traveling towards the receiver through the medium. സോ നെക്സ്റ്റ് ബ്ലോക്ക് വേഴ്സ് ഓഫ് റിസീവർ, അടുത്തത് സെക്ഷൻ. അപ്പൊ ചാനൽ കഴിഞ്ഞു, ചാനലിൽ നിന്ന് സിഗ്നൽ എവിടെ എത്തും, റിസീവറിലെത്തും. സോ റിസീവർ എന്ന് പറയുന്നത് നമുക്കറിയാലേ, സിഗ്നൽ റിസീവ് ചെയ്യുന്ന ഒരു ഭാഗമാണ് റിസീവർ എന്ന് പറയുന്നത്. സോ ദ റിസപ്ഷൻ ഈസ് എക്സാക്ട്ലി ദ ഓപ്പോസിറ്റ് പ്രോസസ് ഓഫ് ട്രാൻസ്മിഷൻ. നമ്മൾ എന്താണോ ട്രാൻസ്മിറ്റർ സൈഡിൽ ചെയ്തത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ് ആണ് എവിടെ നടക്കുക, റിസീവറിൽ നടക്കുക. ആൻഡ് ദ റിസീവ്ഡ് സിഗ്നൽ ഈസ് ആംപ്ലിഫൈഡ് ആൻഡ് ഡീമോഡുലേറ്റഡ് ആൻഡ് കൺവേർട്ടഡ് ഇൻ എ സ്യൂട്ടബിൾ ഫോം. ഓക്കെ, അപ്പം നമ്മൾ ട്രാൻസ്മിറ്റർ സൈഡിൽ മോഡുലേഷൻ എല്ലാം നടത്തുന്നുണ്ടല്ലേ മിക്സറിൽ. അപ്പം ആ മോഡുലേഷൻ എന്നുള്ള പ്രോസസ്സിന്റെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് എവിടെയായിരിക്കും, റിസീവർ സൈഡിലായിരിക്കും. അതായത് റിസീവറിൽ എന്തൊക്കെ നടക്കും, വന്ന സിഗ്നലിനെ ഒന്ന് ആംപ്ലിഫൈ ചെയ്യും ആൻഡ് മോഡുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ലോങ് ഡിസ്റ്റൻസിലേക്ക് സിഗ്നലിനെ അയക്കുക. ഓക്കെ, ട്രാൻസ്മിറ്റർ സൈഡിൽ നമ്മൾ സിഗ്നലിനെ മോഡുലേഷൻ ചെയ്തതിന് ശേഷമാണ് അയക്കുന്നത്. സോ റിസീവർ സൈഡിൽ എന്ത് ചെയ്യണം, അതിന്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ് ആയിട്ടുള്ള ഡീമോഡുലേഷൻ ചെയ്യണം. സോ അതാണ് പറയുന്നത്, റിസീവർ സൈഡിൽ സിഗ്നൽ എത്തുമ്പോൾ അതിന്റെ സ്ട്രെങ്ത് കുറച്ച് കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ റിസീവ് ചെയ്ത സിഗ്നലിനെ ഒന്ന് ആംപ്ലിഫൈ ചെയ്യണം. ആൻഡ് റിസീവ് ചെയ്ത സിഗ്നൽ ഒറിജിനൽ സിഗ്നൽ ആയിരിക്കില്ല, മിക്സ് ചെയ്തിട്ട് വന്നിട്ടുള്ള സിഗ്നൽ ആയിരിക്കും അല്ലെ, കരിയറുമായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുള്ള സിഗ്നൽ ആയിരിക്കും. സോ ആ ഒരു സിഗ്നലിനെ എന്ത് ചെയ്യണം, ഡീമോഡുലേറ്റ് ചെയ്യണം ഇൻ ഓർഡർ ടു റിക്കവർ ദി ഒറിജിനൽ സിഗ്നൽ ആൻഡ് ദെൻ വിച്ച് ഇസ് കൺവേർട്ടഡ് ഇൻ എ സ്യൂട്ടബിൾ ഫോം. എന്താ, നമുക്ക് വോയിസ് ആണെങ്കിൽ വോയിസ്, അല്ലെങ്കിൽ പിക്ചർ ആണെങ്കിൽ പിക്ചർ എന്നുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് ഈ വന്ന ഇലക്ട്രിക്കൽ സിഗ്നലിനെ കൺവേർട്ട് ചെയ്യും കൂടി വേണം. ഓക്കെ, അപ്പം ഈ ഒരു റിസീവർ പറയുമ്പോൾ നമുക്ക് ട്രാൻസ്മിറ്റർ ഒന്നും കൂടി റിവൈൻഡ് ചെയ്യാം. ട്രാൻസ്മിറ്ററിൽ എന്താ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, നമ്മുടെ സിഗ്നലിന്റെ ഇതേപോലെ തന്നെ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യും. ദെൻ ഒരു നമ്മുടെ മെസ്സേജ് സിഗ്നൽ എന്ന് പറഞ്ഞാല് ലോ ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കും അല്ലെ. അപ്പം ലോങ് ഡിസ്റ്റൻസിലേക്ക് ലോ ഫ്രീക്വൻസി സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ഹൈ ഫ്രീക്വൻസി ഉള്ള കരിയറുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് അയക്കുക. ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയാ, മോഡുലേഷൻ എന്ന് പറയാം. അപ്പൊ ഈ മോഡുലേഷന്റെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പൊ അത് നിങ്ങൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ എന്താണ് മോഡുലേഷൻ എന്നുള്ള പ്രോസസ് ക്ലിയർ ആവും. ഓക്കെ, അപ്പം അങ്ങനെ മിക്സ് ചെയ്യുന്ന പ്രോസസ്സിനാണ് മോഡുലേഷൻ എന്ന് പറയാം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റർ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ മോഡുലേഷൻ എന്ന പ്രോസസ്സിന് ശേഷമാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നലിനെയാണ് റിസീവർ റിസീവ് ചെയ്യുന്നത്. സോ ദാറ്റ് കുറെ ഒരു ലോങ് ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്തുകൊണ്ട് തന്നെ സിഗ്നലിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു കാണും അല്ലെ. സോ റിസീവർ സൈഡിൽ എന്തും കൂടി ചെയ്യണം, ആംപ്ലിഫൈ ചെയ്യണം ആൻഡ് അഗെയിൻ മോഡുലേഷന്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ് ആയിട്ടുള്ള ഡീമോഡുലേഷൻ ചെയ്യണം. ആൻഡ് ഫൈനലി അതിനെ എന്ത് ചെയ്യണം, ഒരു സ്യൂട്ടബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് വോയിസ് ആണ് അയച്ചതെങ്കിൽ ആ ഇലക്ട്രിക്കൽ സിഗ്നലിനെ അഗെയിൻ എന്താക്കി മാറ്റണം, വോയിസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം ഇതിൽ ഈ റിസീവർ സൈഡിൽ എന്തൊക്കെ ഉണ്ടാവും, റിസീവർ കൺസിസ്റ്റിംഗ് ഓഫ് ദി ഇലക്ട്രോണിക് സർക്യൂട്ട് ലൈക്ക് മിക്സർ, ഓസിലേറ്റർ, ഡിറ്റക്ടർ ആൻഡ് ആൻ ആംപ്ലിഫയർ. അപ്പോൾ ഈ സിഗ്നൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഡിറ്റക്ടർ ഉണ്ടായിരിക്കും, സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ആംപ്ലിഫയർ ഉണ്ടായിരിക്കും. ദെൻ ഫൈനൽ ബ്ലോക്ക് ഇസ് ദി ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ. ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യണം, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലെ. ഇപ്പൊ ട്രാൻസ്ഡ്യൂസർ എന്താ ചെയ്യാൻ നമ്മൾ മുന്നേ പറഞ്ഞതാണ്, ഇറ്റ് കൺവേർട്ട് വൺ ഫോം ഓഫ് എനർജി ടു അനദർ ഫോം, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് എനർജീനെ വേറൊരു ടൈപ്പ് ഓഫ് എനർജിയിലോട്ട് അത് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്, ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. സോ ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഇലക്ട്രിക്കൽ സിഗ്നൽ അറ്റ് ദി
ഔട്ട്പുട്ട് ഓഫ് ദി റിസീവർ ബാക്ക് ടു ദ ഒറിജിനൽ ഫോം, ദാറ്റ് ഈസ് സൗണ്ട്, അതായത് ഇലക്ട്രിക്കൽ സിഗ്നലിനെ അതിന്റെ ഒറിജിനൽ ഫോമിലോട്ട് വീണ്ടും കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത് റിസീവർ സൈഡിൽ. അതായത് നമ്മൾ ട്രാൻസ്മിറ്ററിൽ നിന്ന് അയച്ച വോയിസ് എഗെയിൻ റിസീവർ സൈഡിൽ വോയിസ് ആയിട്ട് തന്നെ നമുക്ക് കേൾക്കാം. ഇപ്പൊ പിക്ചറാണ് അയച്ചതെങ്കിൽ പിക്ചറായിട്ട് തന്നെ കാണാം, ആ ഒരു രീതിക്ക്. ഓക്കെ, അപ്പൊ ട്രാൻസ്ഡ്യൂസർ, ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസറിന് എക്സാമ്പിൾ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലൗഡ് സ്പീക്കർ, പിക്ചർ ട്യൂബ്, ടി വിയിലാണെങ്കിൽ പിക്ചർ ട്യൂബ് എക്സെട്ര. ഇതൊക്കെയാണ് എന്ത് ഔട്ട്പുട്ട് സൈഡിലുള്ള ട്രാൻസ്ഡ്യൂസറിന് എക്സാമ്പിൾ. സോ ഇത്രയാണ് നമുക്ക്. അപ്പം ഈ ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെസ്റ്റിനേഷൻ വഴി നമുക്ക് എന്ത് കിട്ടി? അതിന്റെ സ്പീക്കർ വഴി നമുക്ക് ആ വോയിസ് കേൾക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത്. സോ അതിന്റെ ബ്ലോക്സ് ഒന്നും കൂടി പറയാം. ഫസ്റ്റ് വൺ ഈസ് ദ ഇൻഫർമേഷൻ സോഴ്സ്, ദെൻ സെക്കൻഡ് വൺ ഈസ് ദ ട്രാൻസ്മിറ്റർ, ആൻഡ് തേർഡ് വൺ ഈസ് ദ ചാനൽ, ഫോർത്ത് വൺ ഈസ് ദ റിസീവർ, ആൻഡ് ഫൈനൽ വൺ ഈസ് ദ യൂസർ ഓഫ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ അതിനെ ഡെസ്റ്റിനേഷൻ എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. ദെൻ ചാനലിലോട്ട് ഒരു നോയ്സും കൂടി ആഡ് ചെയ്യുന്ന പോലെ കാണിക്കുക. ഇനി ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസറും ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസറും ബ്ലോക്ക് ഡയഗ്രത്തിൽ കാണിച്ചിട്ടില്ല, പക്ഷെ അണ്ടർസ്റ്റുഡ് ആണ്. എന്ത് ഇൻഫോർമേഷൻ സോഴ്സിൽ വെച്ച് നടക്കുന്ന പ്രവൃത്തിയാണ്. ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ ആണ് എന്ത് ചെയ്യുന്നത്? സിഗ്നലിനെ ഒരു സ്പീച്ചിൽ നിന്ന് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്നത്. അതുപോലെ ഡെസ്റ്റിനേഷനിൽ ഒരു ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ സിഗ്നലിനെ തിരിച്ച് ഒറിജിനൽ ഫോമിലോട്ട്, അതായത് സ്പീച്ച് അല്ലെങ്കിൽ ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. Hope you all understand. Thank you.